ശാരദ അമ്പലത്തിൽ നിന്നും വരികയാണോ? കണ്ടാൽ അറിഞ്ഞൂടെ? എന്ത് ചെയ്യാം? ഒന്നും ചോദിക്കാത്ത ദൈവത്തിന് എന്നും പൂവ് കൊടുക്കും. എന്നും ചോദിക്കുന്ന എനിക്ക് ഇന്നോളം ഒരു പൂവ് തന്നിട്ടില്ല. പൂ വേണമെങ്കിൽ അമ്പലത്തിൽ ചെന്ന് ശാന്തിക്കാരനോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. ആ പൂവ് എനിക്ക് വേണ്ട. ഇത് അപ്പുണ്ണിയേട്ടനുള്ളതല്ല. പിന്നെ ആർക്കാ? എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല. അച്ഛൻ അസുഖം കൂടുതലാണ്. ഞാൻ പോന്നു. നീ എന്റെ മുറപ്പെണ്ണാണെന്നുള്ള കാര്യം മറക്കരുത് കേട്ടാ. എന്താ വേദനിച്ചോ? ഇതൊക്കെ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ? വേദനയൊക്കെ ഇപ്പോൾ അടിയൻ മറന്നോ കൊച്ചു തിരുമേനി? എന്ത് ചെയ്യാം, രോഗവും ചികിത്സയും വേദനയാണ്, സഹിക്കാതെ നിവൃത്തിയില്ല. ഓഹോ, കുടിക്കാനുള്ള മരുന്ന് തീർന്നു? ഇനി മതി കൊച്ചു തിരുമേനി. അത് പോരാ, ഈ മരുന്ന് തുടർച്ചയായി കുറച്ചുനാൾ കൂടി കഴിക്കണം. ഞാൻ കോവിലത്ത് എന്നിട്ട് ശങ്കരപ്പിള്ളയുടെ കയ്യിൽ വാങ്ങിച്ചു കൊടുത്തയക്കാം. ഇതാണ് അടിയന് സഹിക്കാൻ കഴിയാത്തത്. അടിയൻ ഇങ്ങനെ മരുന്ന് വാങ്ങിച്ചു തന്നുകൊണ്ടുള്ള ഈ ചികിത്സ. ആ കാര്യത്തിലൊന്നും ഭാരത് വിഷമിക്കണ്ട. ആദ്യം രോഗം ഭേദമാകട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അറിയിക്കണം. സന്തോഷമായി. എനിക്കും. ശാരദയെ കാണാതെ പോകേണ്ടി വരുമെന്നാ ഞാൻ കരുതിയത്. കാറ് റോട്ടി കണ്ടു. പോകുന്നതിന് മുമ്പ് വരാൻ വേണ്ടി ഞാൻ ഓടി വന്നതാ. ആ, അമ്പലത്തിൽ പോയിട്ട് എന്തൊക്കെ പ്രാർത്ഥിച്ചു? അതെല്ലാം രഹസ്യമാണ്. നമ്മുടെ കാര്യം വല്ലതും പറഞ്ഞു? വേറെന്തിരിക്കുന്നു പറയാൻ? അത് പറയാതെ തന്നെ ഈശ്വരന് അറിയാമല്ലോ. എന്നാലും ആപത്തൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കണ്ടേ? ഈശ്വരന്റെ കാര്യത്തിൽ തെറ്റിദ്ധാരണ വേണ്ട. ഈശ്വരൻ എപ്പോഴും സ്നേഹത്തിന്റെ ഭാഗത്തായിരിക്കും. സ്നേഹസ്വരൂപനല്ലേ? അപ്പോൾ നമ്മളെയും അനുഗ്രഹിക്കാതിരിക്കുമോ? നമ്മളെ എന്നേ അനുഗ്രഹിച്ചു കഴിഞ്ഞു. ഇനിയും എന്തിനാ സംശയം? ആ, ഏതായാലും അകത്തേക്ക് ചെല്ലൂ. അച്ഛൻ തനിച്ചല്ലേ ഉള്ളൂ. അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? ആ, ബ്ലഡ് പ്രഷർ അല്ലേ, അങ്ങനെ നുള്ളിയെടുക്കാവുന്ന രോഗമല്ലല്ലോ. ചികിത്സ നടക്കട്ടെ. നീ വന്നോ മോളെ? ഡോക്ടർ തിരുമേനി ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. വെളിയിൽ വെച്ച് ഞാൻ കണ്ടു വച്ചാ. ഇഞ്ചക്ഷൻ എടുത്തായിരുന്നോ? ഓ, എല്ലാം എടുത്തു. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് എനിക്കറിയാം മോളെ. എന്നിട്ട് കൊച്ചു തിരുമേനി പറഞ്ഞല്ലോ അച്ഛന്റെ രോഗം വേഗം ഭേദമാകുമെന്ന്. സ്നേഹമുള്ളവർ അങ്ങനെ പലതും പറയും. ചിലത് ചെയ്യുകയും ചെയ്യും. എന്താ അപ്പുണ്ണി വിശേഷം? അമ്മാവന്റെ അസുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? മരിച്ചില്ലെന്ന് മനസ്സിലായില്ലേ? അപ്പുണ്ണിയേട്ടൻ ഇങ്ങോട്ടൊന്നും വരാത്തത് കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാനിവിടെ വരുന്നത് പലർക്കും ഇഷ്ടമല്ലല്ലോ. വരാൻ അപ്പുണ്ണിയേട്ടന് ഇഷ്ടമില്ലെന്ന് പറയും. അല്ലെങ്കിൽ തന്നെ ഞാൻ വന്നിട്ട് എന്തിനാ? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേറെ വലിയ ആളുകളില്ലേ? വലിയ ആളുകളോ? അതാരാ? അമ്മാവന് മനസ്സിലാവില്ല. നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നൂടെ? അച്ഛൻ കൂടുതൽ സംസാരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? അപ്പുണ്ണിയേട്ടൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ. ഓ, അപ്പൊ ഇതൊന്നും നിനക്കൊരു പ്രശ്നമേ അല്ല അല്ലേ? നീ വരാതിരുന്നിട്ട് ഇന്ന് വന്നത് അവളോട് വഴക്കുണ്ടാക്കാനാണോ അപ്പുണ്ണി? ഞാൻ വഴക്കുണ്ടാക്കണോ അമ്മാവ? അവളെ എനിക്ക് വിവാഹം ചെയ്തു വരുന്ന അമ്മാവൻ സമ്മതിച്ചല്ലേ? എന്നിട്ടും അവൾ എന്നോട് ഇങ്ങനെ സ്നേഹമില്ലാതെ പെരുമാറുന്നതിൽ അമ്മാവന് വിഷമമില്ലാത്ത എന്ത്? അവൾക്ക് എങ്ങനെയാടാ നിന്നോട് സ്നേഹം ഉണ്ടാവുക? നിന്നെ ഏതെങ്കിലും പെണ്ണുങ്ങൾ സ്നേഹിക്കുമോ? എടാ,
വീട്ടുകാരെ ഒന്നും നോക്കാതെ കള്ളു കുടിച്ച് വഴക്കുണ്ടാക്കി നടക്കുകയാണ് അതിന്റെ ജോലി. അതൊക്കെ ആളുകൾ ചുമ്മാ പറയാണെന്നേ. ആളുകൾ പറയുന്നെന്നോ? എനിക്കറിയാൻ പാടില്ല. ഞാൻ തന്നെ നിന്റെ എത്ര കേസ് അമ്മാവനോട് കൂടുതൽ സംസാരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? സംസാരിപ്പിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? ഏതായാലും അമ്മാവൻ അവളെ നല്ലപോലെ ഒന്ന് ഗുണദോഷിച്ചേക്കണം. ആ അപ്പോ കുതിര എന്താ ചെയ്യുക? ആനെ എതിരാളി പറ്റി. പിന്നെ ആളെ എന്താ ചെയ്യുക? അപ്പോ ഇനി എന്താ ചെയ്യുക? എന്താ ഇത്? എന്താണെന്ന് ഉണ്ടെങ്കിൽ മനസ്സിലായില്ല അല്ലേ? ഇല്ല. എന്താ മനസ്സിലായിക്കോളൂ. ചതുരംഗം കളിക്കാൻ പലയെടുത്തോണ്ട് പോവാ ശങ്കര എന്ന് നോ പറഞ്ഞു. അവൻ എന്താ ചെയ്യേ? പലയിടത്ത് തറയിട്ട് അങ്ങോട്ട് പൊട്ടിച്ചു. എന്നാൽ ഇന്നത്തെ കളി അവന്റെ പുറത്തായി കളയാമെന്ന് തീരുമാനിച്ചു. വരച്ചു കളം തുടങ്ങി കളി. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. പോയിക്കോളൂ. മേലെ കോലത്ത് ആദിത്യവർമ്മയുടെ കളി മുടക്കാൻ ഈ ഏപ്പനിരിച്ചാൽ നടക്കോ നീ? ഇല്ലേ കൊച്ചു തിരുമേനിയെ, അടിയനെ ഒന്ന് രക്ഷിക്കണം. ഇക്കണക്കിന് നിന്ന് അടിയൻ വീണു പോവും. വീണാൽ നിന്റെ ശിരസ് കാണില്ല എന്ന് കൂട്ടിക്കോളൂ. കളി ഉത്തരം. അമ്മ അച്ഛന്റെ ഈ വിനോദം കണ്ടോ? സുഭദ്ര കഥ കഴിഞ്ഞിരിക്കണോ? ഉണ്ണി ഇന്ന് നേഴ്സിംഗ് ഹോമിൽ പോണില്ലേ? ആ പോണം. ഉണ്ണിക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകട്ടെ. കോവിലകം വക നേഴ്സിംഗ് ഹോമല്ലേ? പക്ഷേ രോഗികൾ കോവിലകത്തെ അല്ലല്ലോ. ശരിയാണ്. ഉത്തരം. ഇനി അവരെ ഒന്ന് വിട്ടുകൂടെ? ഇല്ല, വിടില്ല. ഇവനെ ഇന്ന് വിടില്ല. അവനപ്പുറത്ത് പണിയുണ്ട്. അതിന് വേറെ ആളെ വെച്ചോളൂ. എന്നാ അവിടെ നിർത്തിക്കോളൂ. വലുതിരുമിനെ നിൽക്കടാ. ഉണ്ണി വിളിക്കണ കേട്ടില്ലേ? ഒന്ന് അയച്ചൂടെ? അവനെ ഇന്ന് വിടില്ല. ഈ കളി മുഴുവൻ കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വിടാൻ പാവുള്ളൂ. താൻ രക്ഷപ്പെട്ടോ? അച്ഛൻ തിരുമേനിയുടെ ആഗ്രഹമല്ലയോ, നടക്കട്ടെ എന്ന് വെച്ചു. അല്ല അടിയൻ അതല്ല സംശയം. ഇനി മേലെ വലിയ തിരുമേനിക്ക് ചതുരംഗം കളിക്കണമെന്ന് തോന്നിയാൽ ശങ്കര ഇവിടെ വരൂ, കുനിഞ്ഞു നിൽക്കൂ, ഞാൻ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞ അടിയാൻ ചുറ്റി കേട്ടോ. മതി മതി, എനിക്കൊന്നും കേൾക്കണ്ട. ദാ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഈ മരുന്ന് വാങ്ങി അച്യുതാരുടെ വീട്ടിൽ കൊണ്ടിരുന്ന് കൊടുക്ക. ഒന്ന് നോക്കാമെങ്കിൽ അച്യുതാരുടെ സുഹൃതം ചെയ്തവനാണേ. അതെന്താ? അല്ല, ഡോക്ടർമാർ രോഗികളെ ചികിത്സിക്കാറുണ്ട്. ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചെന്നും വാങ്ങിച്ചില്ലെന്നും വരാം. കയ്യിൽ നിന്നും പണം ചെലവാക്കി രോഗിയെ ചികിത്സിക്കണമെങ്കിൽ ആ രോഗി സുഹൃതം ചെയ്തവനായിരിക്കണേ. പാവം ഭാര്യര് ആവുന്ന കാലത്ത് കോവിലത്തെ കാര്യസ്ഥനായി നിന്ന് ചെയ്യാവുന്നതൊക്കെ ചെയ്തില്ലേ? ഇപ്പൊ രോഗിയായിപ്പോയി, സഹായിക്കാൻ മറ്റാരുമില്ലതാൻ. അപ്പോ നമ്മളെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ ശങ്കരപ്പിള്ളേ? പിന്നെ അതൊക്കെ പതുക്കെ പറയണോ? ശ്രദ്ധിച്ചേ പറ്റൂ. പിന്നെന്തുവാ, ശങ്കരനും ഒരു കഷ്ടകാലം വരുമ്പം കൊച്ചു തിരുമേനി ശ്രദ്ധിക്കുമോ ആവോ? എന്താ അത്ര സംശയം? അല്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ശങ്കരൻ പോയിട്ട് വരട്ടെ. ശരി. അല്ല, ഒരു സംശയം. ഈ മരുന്ന് വാങ്ങിച്ച് വാരുടെ കൊടുക്കണോ അതോ വാരുടെ മകളുടെ കൊടുക്കണോ? താൻ പോടോ.